പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസണിൽ വളരെ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഐ ലീഗിൽ നിന്ന് പ്രൊമോട്ടായി വന്ന ഇന്റർ കാശിവരെ കഴിഞ്ഞ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തുകയായിരുന്നു. കഴിഞ്ഞ മത്സരത്തിൽ ഒരുപാട് അവസരങ്ങളായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചത്. എന്നാൽ അത് കൺവേർട്ട് ചെയ്യാനായിട്ട് ഒരു താരം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നിരാശ നൽകുന്ന ഒരു കാര്യം. 3 മത്സരങ്ങൾ കളിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് ഒരേ ഒരു ഗോൾ മാത്രമാണ് നേടിയിരിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ വിക്ടർ ബർത്തമിയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ നേടിയത്. തീർത്തും നിരാശപ്പെടുത്തുന്ന പ്രകടനം തന്നെയാണ് ഡേവിഡ് കാറ്റല എന്ന ഈ ഒരു കോച്ചിന്റെ കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ തന്ത്രങ്ങളൊന്നും വർക്കാവുന്നില്ല എന്നാണ് തോന്നിയത്. ഇനി ഈ ഒരു പരാജയ യാത്ര തുടരുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ അത് നല്ലപോലെ ബാധിക്കും. എന്തായാലും കോച്ച് ഡേവിഡ് കാറ്റലയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്നൊന്ന് നോക്കാം. ഞങ്ങളുടെ ആദ്യ പ്ലാനായ 4-3-3 ഫോർമേഷനിൽ തന്നെ വിശ്വസിക്കണം. ഈ സിസ്റ്റത്തിലാണ് ടീം കൂടുതൽ കംഫർട്ടബിൾ എന്നാണ് ഞാൻ കരുതുന്നത്. മാത്രമല്ല, ഒരേ സമയം അധികം മാറ്റങ്ങൾ പരീക്ഷിക്കാൻ ശ്രമിക്കരുത് എന്നും ഡേവിഡ് കാറ്റല പറഞ്ഞു. കഴിഞ്ഞ മത്സരത്തിൽ താൻ ചെയ്ത ഏറ്റവും വലിയ പിഴവ് അതായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ നേടാനായിട്ട് നല്ലപോലെ തന്നെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ മിഡ്ഫീൽഡ് ഇല്ല എന്ന് പോലും തോന്നിപ്പോയി. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം വരുന്നത് മാർച്ച് 7-ന് ചെന്നൈ എഫ്സിക്കെതിരെയാണ്. ആ ഒരു മത്സരത്തിലെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിക്കുമോ എന്ന് നോക്കാം. അടുത്തൊരു വാർത്ത, കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെ ഒരു താരത്തിന് ചെറിയൊരു ഇഞ്ചറി ഉണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള റൗളിൻ ബോർഗസ് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഇൻഡിവിജ്വലായിട്ടെല്ലാമായിരുന്നു ട്രെയിനിങ് നടത്തിയിരുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ സ്ക്വാഡിൽ പോലും അദ്ദേഹം ഇല്ലാത്തതിന്റെ കാരണം ചെറിയൊരു ഇഞ്ചറി ഉള്ളതാണ്. ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. താരം എന്തായാലും എത്രയും വേഗം റിക്കവർ ആകും. നിലവിൽ താരം ഇൻഡിവിജ്വലായിട്ടാണ് ട്രെയിനിങ് എല്ലാം നടത്തുന്നത്. കൂടുതൽ ഐഎസ്എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഓപ്ഷനിൽ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.